ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1614. ഇന്ന് ജൂൺ മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 153-ാമത്തെ ദിവസത്തിലെത്തി. 6-ാം മാസത്തിന്റെ ആദ്യ ദിനമാണ്. ജൂണിന്റെ പ്രത്യേകത ഏവർക്കും അറിയാം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കൂടിച്ചേർച്ച. കുറെ കൂടി ദൈവസന്നിധിയിലേക്ക് മക്കളെ ഒന്ന് സമർപ്പിക്കാനായിട്ട് മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതല്ലേ. യേശുവിന്റെ സന്നിധിയിലെ അത്തരമൊരു സാന്നിധ്യബോധവും സാമീപ്യവുമൊക്കെ കുറച്ചുകൂടി കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അവരതിന് അർഹരാണ്, അവകാശപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മളതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് തടയുന്നുണ്ടോ? അവരുടെ ഒരു യേശു അടുപ്പത്തിന് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു തടസ്സവും വിഘാതവുമായി മാറിയിട്ടുണ്ടോ? ശരിയാണ്, ഈ സെക്കുലർ സൈഡിലെ പഠനം എന്തുമാത്രം കനപ്പെട്ടതാണെന്ന് ഏവർക്കും അറിയാം. പഠിച്ചിട്ടും വലിയ കാര്യമില്ലാത്ത കാലത്ത് ഒട്ടും പഠിച്ചിട്ടില്ല എങ്കിൽ, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണൊരു നിലനിൽപ്പ്? ഏറെ പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസത്തിന്. അതിനിടയില് നമ്മളിങ്ങനെ അത്യാവശ്യം വേണ്ട ആത്മീയ അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കുന്നുണ്ടോ? തിരക്കുകൾ കൊണ്ടും ഈ കുഞ്ഞുങ്ങളെടുത്ത് ചുമലിൽ വെക്കുന്ന കഠിന ഭാരം കൊണ്ടുമൊക്കെ നമ്മൾ അവർക്ക് നൽകുന്ന ചില ഇളവുകളിൽ നമ്മൾ ഈ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് അവരെ അകറ്റുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് ഇങ്ങനെ യേശു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യേശുവിന്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങൾ ഓടിയെത്തുമ്പോൾ മുതിർന്നവരായ പാകതയുള്ള പരിപാകതരായ ശിഷ്യന്മാരെ കുഞ്ഞുങ്ങളെ തടയുന്നുണ്ട്. യേശുവിന്റെ മറുപടി, പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിനാണ്, അവരെ നിങ്ങൾ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. എപ്പോഴും കുഞ്ഞുങ്ങളാണ് കുഴപ്പക്കാര് എല്ലായിടത്തും. അങ്ങനെയാണ് മുതിർന്നവരായി നമ്മൾ വരുത്തി തീർത്തിരിക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുഴപ്പക്കാരായി മാറ്റുന്നത് നമ്മൾ മുതിർന്നവർ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഗുരുക്കന്മാർക്കൊക്കെ നല്ല സ്ഥാനമില്ലേ? കുഞ്ഞുങ്ങളെ തടയരുതെന്നാണ് യേശുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തല്, ഒരു മുന്നറിയിപ്പും താക്കീതുമാണ്. അത് മുതിർന്നവരോടാണ്, നമ്മൾ ഓരോരുത്തരോടുമാണ്. പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. അതിന്റെ അർത്ഥം നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു? അവരെ, ആ കുഞ്ഞുങ്ങളെ യേശുവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തുകൊണ്ട് അങ്ങനെ യേശുബോധത്തിലും ബന്ധത്തിലും സാമീപ്യത്തിലും മക്കളെ നമുക്ക് വളർത്താം, വിദ്യാഭ്യാസം നൽകാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.